അഫ്സലിക്കയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറയുന്നത് മെഹറുബ മെഹറുബയാണ്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം, എൻ്റെ ഇഷ്ടമാണ് പറഞ്ഞ കേട്ടോ. പലർക്കും പല ഇഷ്ടങ്ങളുണ്ടാവും. അത് പാടി തുടങ്ങാം നമുക്ക്. മെഹറുബ മെഹറുബ പുതുക്ക പെണ്ണേ മെഹറുബ, 10 കൊട്ട പൊന്ന് നിന്റെ മഹറ് മെഹറുബ, നിന്റെ പകിട്ടിൽ കണ്ണ് വയ്ക്കണ് പുതുമണവാളൻ. മെഹറുബ മെഹറുബ കള്ളിപ്പെണ്ണേ മെഹറുബ, കഞ്ചക പൂഞ്ചെണ്ടിനത്തൊരു മുത്തേ മെഹറുബ, നാളെ ഈ രസപ്പുങ്കാവനത്തിൽ മധുവിധുവല്ലേ. ഹേ റസിയ ഹേ റസിയ ഹേ റസിയ. ഇത് കഴിഞ്ഞിട്ടൊരു സാധനമുണ്ട്, മാണിക്കക്കല്ല് എന്ന് പറയുന്നത്. മാണിക്കക്കല്ലേ മൊഞ്ചത്തിപ്പൂവേ ചെമ്പക മല്ലിക വാസന റാണി, കാർമുടി വണ്ടിറ പൂരകം ചൂടാൻ മർഹബ. നീ കിലുക്കിലുങ്ങണ വളയണിയടി തേനലങ്കാരി, നീ കുണുകുണുങ്ങനെ താളം തട്ടടി പവിഴ ചിങ്കാരി. ഓ ഹേ റസിയ ഹേ റസിയ. സൂപ്പർ, എന്തൊരു എനർജിയാണെന്നറിയാവോ ആ വോയിസ് ഇങ്ങനെ എടുക്കുമ്പോൾ. ശരിക്കും കുറച്ച് പിച്ച് കാത്തി പാടിയാൽ മതിയായിരുന്നു തോന്നുന്നു. എനിക്ക് പേടിയായി. എന്താ വെച്ചാൽ ഇതെങ്ങനെ വോയിസ് ഇത്രയും ഇപ്പോഴും ഇങ്ങനെ ഇങ്ങനെ എങ്ങായിട്ട് വെക്കാന്ന് പറയുന്നത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് മുകളിലുള്ള ആള് എപ്പോഴും അങ്ങനെ നിർത്തിയേക്കണായിരിക്കും. പി ജയചന്ദ്രൻ സാറിനെ സമം നിങ്ങളുടെ അസോസിയേഷൻ അനുസ്മരിക്കുന്ന സമയത്ത് കുറെ പാട്ടുകൾ അവിടെ കേൾക്കുന്നുണ്ടായിരുന്നു. സ്വയംവര ചന്ദ്രികയാണ് അഫ്സലിക്ക പാടുന്നത്. രാജലക്ഷ്മി. അപ്പൊ നല്ല രസമായിട്ട് ഞാൻ ഇങ്ങനെ കേട്ടിരുന്നു. കാരണം എന്താ വെച്ചാല് പല പാട്ടുകളും സാറിന്റെ പാട്ട് പാടുന്നത് നമുക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും പാടിയ സ്റ്റൈല് വേറെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു റെൻഡറിങ് വേറെ സ്റ്റൈലാണ്. അക്ഷരങ്ങളെ കൊണ്ടുപോയി വളച്ചൊക്കെ എന്തൊക്കെ ചെയ്യും പുള്ളി. ചില വാക്കുകൾക്ക് കൊടുക്കുന്ന ഒരു സ്ട്രെസ് ഒക്കെ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ അതൊരു ഓക്വേർഡ്, നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റൈലിലേക്ക് മാറ്റി അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചേക്കുന്നതൊക്കെ നോക്കിയിട്ട് വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യാൻ പറ്റും. അത് അടിപൊളിയാണ്. അപ്പോൾ ഈ എൻകരയിൽ താമസിച്ചാൽ മാപ്പ് തരാൻ രാക്ഷസി, അതാണ് ഞങ്ങളുടെയൊക്കെ തലച്ചോറിലെ ആദ്യം ഈ ക്യാമ്പസിലെ പാട്ടുകളിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുന്ന ആദ്യത്തെ പാട്ട് അഫ്സലിക്കയുടെ. അത് പാടുമ്പോൾ അതിനകത്ത് രാക്ഷസി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയും പോലെ അല്ല, അത് അഫ്സലിക്കൊക്കെ അറിയാം. അതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തുള്ളൊരു പഞ്ചില്ലേ, പ്രത്യേകിച്ച് മോഹൻ സിത്താര സാറിന്റെ ആ കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരു ആളായിരുന്നു മോഹൻ സിത്താര സാറിന്. ഏത് കാസറ്റ് ഇറങ്ങിയാലും അപ്പോൾ പോയിട്ട് ഒറിജിനൽ വാങ്ങാൻ പറ്റില്ല, കോപ്പി എടുക്കും. റെക്കോർഡ് അത് കടകളിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് തരില്ലേ, അങ്ങനെ കേട്ടിരുന്ന കാലഘട്ടത്തിലുള്ളതാണ് നമ്മളുടെ പാട്ടുകൾ. അതിന് ഇടയ്ക്ക് കുറേ കാര്യങ്ങൾ അഫ്സലിക്കയുടെ ഇംപ്രവൈസേഷൻസ് ഉണ്ട്. അത് പല പാട്ടുകളിലും അത് കേട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും രസമായിട്ട് വന്നിട്ടുള്ള 1-2 പാട്ടുകളുണ്ട്. ഈ രാക്ഷസി പാടുന്ന സമയത്ത് സിത്താര സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, മോഞ്ചന്റെ കൂടെ കുറെ നാളെ ഞാൻ റിതം പ്രോഗ്രാമർ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ കൂടെ കുറെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ പുള്ളിയുടെ ഒരു സ്റ്റൈൽ ഓഫ് കമ്പോസിങ്ങും അതേപോലെ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന രീതികളൊക്കെ എനിക്ക് കുറെ അറിയാമായിരുന്നു എനിക്ക് അദ്ദേഹത്തിന്റെ. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളി ഉദ്ദേശിക്കുന്ന എന്താണെന്നുള്ള ഒരു ഐഡിയ എനിക്കുണ്ട്. പിന്നെ പുള്ളിയുടെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ കിട്ടാവോ അതെല്ലാം മാക്സിമം ആ പുള്ളി എടുക്കും. എന്നിട്ട് പിന്നെ പുള്ളി അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് പാടിക്കുമ്പോഴൊക്കെ മാക്സിമം അത് വേറൊരു സ്റ്റൈൽ പാടും, ഇങ്ങനെ ചെയ്യും, വേറെ ഒന്നും കൂടി നോക്കി അഫ്സലിന്റെ ഒരു ഐഡിയയിൽ എന്താണ് ചെയ്യാൻ പറ്റണത് നോക്കി അങ്ങനെയൊക്കെ നമുക്ക് ഫുൾ ഫ്രീഡം തരും എന്താണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിൽ നിന്ന് നല്ലത് നോക്കിയിട്ട് പുള്ളി അതിൽ നിന്ന് ചൂസ് ചെയ്തിട്ട് സിനിമയ്ക്ക് വേണ്ടുന്ന രീതിയിലുള്ളതൊക്കെ പുള്ളി അതിൽ സെറ്റ് ചെയ്യും. അതെ, അങ്ങനെ ഈ സാറിന്റെ ഒരു പീക്ക് കാലഘട്ടത്തിൽ തന്നെ അഫ്സലിക്കയ്ക്ക് കൂടെ നിൽക്കാൻ കഴിഞ്ഞ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നത്. തീർച്ചയായിട്ടും വളരെ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതണം. കാരണം എന്താ വെച്ചാല് സാർ ആ പീക്കിൽ നിൽക്കുമ്പോൾ തന്നെ അതിന്റെ ഇൻ ബിറ്റ്വീനാണ് ഞാൻ കയറുന്നത്. സാർ ഇങ്ങനെ കുറെ പാട്ടുകൾ ചെയ്ത് നിൽക്കും. അത് കഴിഞ്ഞിട്ട് ദീപസ്തംഭം മഹാശ്ചര്യം വന്നപ്പോഴാണ് സാറിന്റെ പാട്ടുകൾ പിന്നെ അങ്ങോട്ട് കയറി വന്നത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ രാക്ഷസിയും. പിന്നെ അതിന്റെ ഇൻ ബിറ്റ്വീൻ ഞാൻ വെല്ലിയേട്ടനിൽ ആണ് ഫസ്റ്റ് മോഹൻചേട്ടൻ തന്നെ പാടിക്കണത്. പിന്നെ അതേപോലെ സുന്ദരപുരുഷനിലൊരു പാട്ട്, അതൊക്കെ എല്ലാം കാസറ്റിലൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ഈ പാട്ടുകളൊക്കെ വരുന്നത്. നമ്മളും സ്വപ്നക്കൂട് അങ്ങനെയുള്ള സിനിമകളൊക്കെ വരുന്നത്. അങ്ങനെ കുറെ ആ സമയത്ത് കുറെ ക്യാമ്പസ് ചിത്രങ്ങളും അടിപൊളി പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ ആ സമയത്ത് എനിക്ക് മോഹൻചേട്ടന്റെ കൂടെ, അതായത് മോഹൻചേട്ടന്റെ പീക്ക് സമയത്ത് ഞാനും
കുറച്ച് പാട്ടുകളായിട്ട് പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നു. അതിലൊരു പ്രത്യേകത കൂടെ ഉണ്ട്. കൈതപ്പുറം സാറിൻ്റെ എഴുത്തിൽ ഇപ്പോൾ സ്വപ്നക്കൂടിലെ എഴുത്തെന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ലടാ എനിക്കിഷ്ടമല്ലടാ നിന്റെ തൊട്ട് നോട്ടം ഇഷ്ടമല്ലടാ, ഇങ്ങനെ ഒരു പാട്ട് അന്ന് വരെ ഉണ്ടായിട്ടില്ല, പിന്നീടും ഉണ്ടായിട്ടില്ല. അത് പല സ്റ്റൈലിൽ പാട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇത്രയും വെറൈറ്റി ആയിട്ട് ഇഷ്ടമല്ലടാ എന്ന് പറയുന്ന ഒരു പാട്ടാണ്, നിന്നെ ഇഷ്ടമല്ലടാ എന്ന് പറയുന്നതാണ് പാട്ട്, മ്യൂസിക്കോട് കൂടി വരുന്നത്. പക്ഷെ അതൊക്കെ നമ്മൾ കേട്ട് ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ അതിനത് രജനീഷ് പറഞ്ഞ കറക്റ്റാണ്. കാരണം അങ്ങനെ ഒരു പാട്ട് ഉണ്ടാകുകയും ചെയ്ത് പിന്നെ അതിന് ശേഷം അതേ സ്റ്റൈലിലുള്ള പാട്ടുകൾ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ജനറേഷൻ പിള്ളേർക്കും അത് കേൾപ്പിച്ചു കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. കാരണം വേറെ അങ്ങനത്തെ പാട്ട് വരാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള. അപ്പൊ അങ്ങനെ കുറെ പേര് പറയാറുണ്ട് കുട്ടികൾക്ക് ഇഷ്ടമുള്ള പാട്ടാണ് ഇഷ്ടമല്ലടാ അഫ്സൽ ഖാന്റെ ഇങ്ങനെ ആ പാട്ട് നല്ലതാണെന്നൊക്കെ. എനിക്ക് തോന്നുന്നു ചിത്രായരും അഫ്സൽക്കയും മത്സരിച്ച് അതിനകത്ത് ഇംപ്രവൈസേഷൻസ് ഞങ്ങൾ ഒന്നിച്ച് തന്നെയാണ് പാടിയത്. അപ്പൊ അന്ന് കുറെയൊക്കെ പണ്ടത്തെ ഒരു റെക്കോർഡിങ്ങിന്റെ ഫീലിംഗ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഉണ്ടാവും സ്റ്റുഡിയോയിൽ. ഇന്നാണ് ഇപ്പൊ ആരെയും കാണാൻ പറ്റാത്തത്. നമ്മൾ സ്റ്റുഡിയോയിൽ ചിലപ്പോൾ ഞാനും മ്യൂസിക് ഡയറക്ടർ, ചിലപ്പോൾ മ്യൂസിക് ഡയറക്ടർ പോലും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ അത് കാലഘട്ടത്തിന്റെ വ്യത്യാസങ്ങളാണത്. അപ്പൊ ആ സമയത്ത് ഞാനും ചിത്രായരും ഉണ്ടായിരുന്നു, മോഹൻചേട്ടനും ഉണ്ടായിരുന്നു, ഇടയ്ക്ക് കമൽ സാറ് വന്നിരുന്നു റെക്കോർഡിങ് സമയത്ത്. അപ്പൊ അങ്ങനെ ഒരു ടൈമായിരുന്നു, നല്ല ടൈമായിരുന്നു. ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള ടൈം, നല്ല ടൈം എന്ന് പറയാൻ ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള ടൈമാണ്. ചേതന സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ പറഞ്ഞ ഒരു ഇങ്ങനെയുള്ള പാട്ടുകൾ പാടുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്തൊക്കെയാണ് കൂടുതൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഹൻചേട്ടന് എന്തൊക്കെയാണ് മാക്സിമം നമ്മളെ കയ്യിൽ നിന്ന് കിട്ടാവുന്നത്. പിന്നെ പുള്ളിയും കുറെ ഐഡിയാസ് പറഞ്ഞു തരും, അവിടെ ഇന്ന ഒരു സാധനം ചെയ്താൽ എങ്ങനെ ഉണ്ടാവും അങ്ങനെ. പിന്നെ പുള്ളി പാടിത്തരും, പുള്ളി അത്യാവശ്യം നന്നായിട്ട് പാടുന്നാൽ അങ്ങനത്തെ രീതികളൊക്കെ കുറെ പറയും. പാട്ടുകൾ മാറ്റി ചെയ്യുമ്പോൾ അതിനകത്ത് ഓ മൈ ഉണ്ണി അർച്ച എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ അതാ അഫ്സൽക്കയുടെ വോയിസിൽ കുറേ കാര്യങ്ങൾ ചെയ്യും കേട്ടോ. ഇപ്പൊ SBB അനുകരിച്ച് വന്നു എന്ന് അഫ്സൽക്ക പറയുമ്പോഴും വോയിസിൽ അഫ്സൽക്കയുടെ കുറേ ഐഡന്റിറ്റീസ് ഉണ്ട്. ചില സാധനങ്ങളൊക്കെ അതൊക്കെ ഈ പറഞ്ഞ ഓരോ ജനറേഷനായിട്ട് വന്നേക്കാണ്. അത് പക്ഷെ നമ്മളിലേക്ക് വരുമ്പോ ഇപ്പൊ യോഡ്ലിംഗ് പാടി തുടങ്ങിയത് നമ്മളുടെ ഒരു ജനറേഷൻ കേട്ടേക്കണ കിഷോർ കുമാർ പറഞ്ഞതാണ്. അതായത് ജിന്ദഗി അതിൽ പുള്ളി ഉള്ളടി ഉള്ളടി ഉള്ളടി, അത് തന്നെ SPB സാറ് പിന്നെ CID മൂസയിലെ പാട്ടിലും ആ സാധനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കേട്ടാണ് നമ്മളും വരുന്നത്. അപ്പൊ നമ്മളിലേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടി നമ്മുടേതായിട്ടുള്ള ഒരു യോഡ്ലിംഗ് സ്റ്റൈലാവും. അപ്പൊ അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ഞാൻ പല പാട്ടുകളിലും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത് എല്ലാം നമ്മുടെ ഈ സീനിയേഴ്സ് കാണിച്ചു തന്നത് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിൽ കുറച്ച് നമ്മളുടേതായിട്ടുള്ള ഒരു ചെറിയ ഒരു മിനുക്കുപണിയും കൂടി ചെയ്യും. ഓമൈ ഉണ്ണയാർച്ച വരുന്ന പോർഷൻ ഭയങ്കര സോക്കേക്ക. ഇടഞ്ഞാൻ ഉടവാളെടുക്കും ഉണ്ണിയാഴ്ച ഞാൻ ഓ മൈ ഉണ്ണിയാഴ്ച. ഇത് നമുക്ക് ഇങ്ങനെ ഒരു സ്പേസ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യം കൂടെ അല്ലേ. ആ കാലം എത്തിയപ്പോഴാണ് ഒരുപക്ഷെ ഈ മാസ്റ്റേഴ്സ് മാറിയിട്ട് പുതിയ കാലഘട്ടം വന്നല്ലോ. പുതിയ കാലഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള ഇംപ്രൂവൈസേഷൻ സാധ്യത വന്നത്. അതൊരു സുഖമുള്ള പരിപാടിയും കൂടെ അല്ലായിരുന്നോ? പിന്നെ ഭയങ്കര രസമായിരുന്നു. കാരണം നമുക്ക് ആ സമയത്ത് തന്നെ രവീന്ദ്ര മാഷുണ്ട്, ജോൺസൺ മാഷുണ്ട്, അവരുടെ ഭയങ്കര പക്ക മ്യൂസിക്കലി വാല്യൂ ഉള്ള പാട്ടുകളൊക്കെ ദാസാറും ജയേട്ടനും അങ്ങനെ എല്ലാവരും പാടുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് പാട്ടുകൾ വന്നപ്പോൾ നമുക്കൊരു സ്പേസ് കിട്ടി. പക്ഷെ പണ്ടാണെങ്കിലും ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ ദാസാറ് പാടാറുണ്ട്, MG ശ്രീകുമാരേട്ടൻ പാടാറുണ്ട്, ജയേട്ടനും പാടാറുണ്ട്. ഇങ്ങനെ അടിപൊളി പാട്ടുകളൊക്കെ അവർ തന്നെയാണ് ഇത് പാടിയിരുന്നത്. പക്ഷെ നമുക്കൊരു ചാൻസ് കിട്ടിയപ്പോൾ നമുക്ക് കുറച്ചും കൂടി നമ്മുടേതായിട്ടുള്ള രീതികളിൽ കുറച്ച് ഇപ്പൊ ഈ പറഞ്ഞ ഇതേപോലത്തെ ഡയലോഗ്സ് ഇപ്പൊ പണ്ടത്തെ പാട്ടുകളിലും സാറ് ഇപ്പൊ ദാസാറ് പാടാ വേണം എന്നുള്ള പാട്ടിലൊക്കെ വോയിസ് ടോണൊക്കെ മാറ്റിയിട്ടൊക്കെ അങ്ങനെയൊക്കെ പാടിയിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെ ഒരു ചാൻസ് നമുക്ക് കിട്ടി കുറെ കഴിഞ്ഞപ്പോൾ. അപ്പൊ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ കുറച്ചും കൂടി നമ്മൾ കുറെ കേട്ട് വരുന്നതല്ല, ഓരോ ജനറേഷനും കേട്ട്. നമ്മളിപ്പോ പണ്ട് പറയും ദാസാറും SPB സാറൊക്കെ പറയുന്നത് നമ്മളൊക്കെ റഫീ സാബിന്റെ പാട്ടുകൾ കുറെ കേൾക്കുമായിരുന്നു പറയും. അപ്പൊ സോനു നിഗം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് നമ്മളൊക്കെ റഫീ സാബിന്റെ, ഈ റഫീ സാബ് ആരുടെ കേട്ടിട്ടാണ് പുള്ളി ആ ഒരു സ്റ്റൈൽ ഉണ്ടാക്കിയെടുത്തതെന്നുള്ള. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ റെഫറൻസ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ജനറേഷന്. ഇപ്പൊ പഴയ ആൾക്കാരാണെങ്കിലും പിന്നെ ലെജൻഡറി ആയിട്ടുള്ള ദാസാറ്, SPB സാറ്, പിന്നെ ആ കാലഘട്ടത്തിലുള്ള കിഷോർ കുമാർ, അങ്ങനെ ഇപ്പൊ MG ശ്രീകുമാരേട്ടൻ പോലും മലയാളത്തിൽ കുറെ അടിപൊളി പാട്ടുകളൊക്കെ പാടിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് കിട്ടിയിട്ടുണ്ട്. കുറെ അങ്ങനെയൊക്കെയുള്ള ചെയ്യാൻ പറ്റുന്ന. അപ്പൊ അത് അങ്ങനെ അതേപോലത്തെ കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു. പ്രേം നസീർ സാറും ദാസാറിന്റെ കോമ്പിനേഷൻ നമ്മൾ കുറെ കേട്ടതാണ്. എന്ന് പറഞ്ഞ പോലെ അത്രയൊന്നും ഇല്ലെങ്കിലും
ദിലീപേട്ടന്റെ എനിക്ക് തോന്നുന്നു കൂടുതലും പാടിയേക്കണ ശങ്കർ സാറും ഉദിത് നാരായണ സാറും. അത് കഴിഞ്ഞാൽ ഒരു സ്പേസ് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. പിന്നെ അത് കുറെ കൂടി അവര് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ചില സമയത്ത് എനിക്ക് കൂടുതൽ പാട്ടുകൾ ചിലപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അതൊരു ഭാഗ്യമായിട്ടേ ഞാൻ കരുതുന്നുള്ളൂ. നമുക്ക് റെഗുലർ ആയിട്ട് കുറെ നല്ല പ്രോജക്റ്റുകളിൽ, പ്രത്യേകിച്ച് ദിലീപേട്ടന്റെ കുറെ നല്ല ഹിറ്റ് സിനിമകൾ ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടം. കല്യാണരാമനിലെ 2 പാട്ടും അഫ്സൽക്ക പാടിയത് 2ഉം ഹിറ്റാണ്. ഏതാണ് പ്രധാനപ്പെട്ടതെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ തിങ്കളെ കുറച്ചുകൂടെ മെലഡിയാണ്, അതൊരു ഫെസ്റ്റിവൽ മൂഡാണ് പാട്ട്. പക്ഷെ മറ്റേ പാട്ടാണ് മറ്റേ നമുക്ക് അനുകരിക്കാൻ പറ്റാത്തതെന്ന് തോന്നുന്ന ഒരു പാട്ടില്ലേ, അത് ഭയങ്കര രസമാണ്. ഞാൻ പോകാതെ കരിയിലെ കാറ്റിന്റെ പറഞ്ഞ നമ്മുടെ ഒരു വേറൊരു റെൻഡറിങ് ആണ് ആ പാട്ടിന്റെ ഒരു ഇമോഷൻസും എല്ലാം. ഒരു അതിന്റെ ഓർക്കസ്ട്രേഷനൊക്കെ അടിപൊളിയാണെങ്കിലും പാട്ടിനൊരു ഇമോഷൻ ഉണ്ട്, ഒരു ചെറിയൊരു ഒരു നോവുണ്ട് ആ പാട്ടിന്. അതെപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ട് എന്നാൽ ആ പവർ കുറയാണ്ട് പാടണം എന്നുള്ളൊരു ബെനി ഇഗ്നീഷ്യസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം നമ്മൾ അതിന്റെ ഒരു അളവും ഇതൊക്കെ നമ്മൾ തന്നെ തൂക്കിയിട്ട് നമ്മളെ തൊണ്ടയിൽ അത് വരുത്തണം എന്നുള്ളതാണ്. അത് കുറെയൊക്കെ ആ സമയത്തൊക്കെ ഞാനൊരു തുടക്കക്കാരനായതുകൊണ്ട് നമുക്ക് കുറെ ഒന്നും പെട്ടെന്നൊന്നും മനസ്സിലായി. പക്ഷെ ഇപ്പൊ കുറെ എക്സ്പീരിയൻസ്ഡ് ആയപ്പോ എന്താണ് അവർ ഉദ്ദേശിച്ചത് എന്നുള്ളതൊക്കെ ഇപ്പോൾ കുറെ കൂടി മനസ്സിലായി തുടങ്ങി. നമുക്ക് ശരിയാക്കായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ അന്ന് പാടിയ പാട്ടുകൾ നമുക്ക് ഇപ്പൊ അത് കുറച്ചും കൂടി നല്ല ഫീലില് പ്രസന്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റുന്നുണ്ട്. അതെ അതെ അതെ, പുറത്ത് പാടുമ്പോ ലൈവ് പാടുമ്പോഴൊക്കെ അവരുദ്ദേശിച്ച കുറച്ചും കൂടി നമുക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ദേവരാജ് മാഷ് ലൈവ് പ്രോഗ്രാമിന് വേണ്ടി, ഇപ്പൊ ദാസാറാണ് കൂടുതൽ പാട്ട് പാടിക്കുന്നത്, പക്ഷെ അദ്ദേഹത്തിന്റെ ലൈവ് ഷോസിന് വേണ്ടി അദ്ദേഹം പുതിയ തലമുറയിലുള്ള പാട്ടുകാരെ, സുദീപിനെ പോലെ വിജേഷ്, അവരൊക്കെ മാഷിന്റെ ശിഷ്യന്മാരാണ്. അവരൊക്കെ വീട്ടിൽ വിളിച്ചു വരുത്തി ദാസാറ് പാടിയിട്ടുള്ള പാട്ടുകൾ ഒന്നും കൂടി അവരെ പഠിപ്പിച്ച് മാഷ് ഉദ്ദേശിച്ച് കുറെ മ്യൂസിക് ഡയറക്ടർ ഉദ്ദേശിക്കുന്ന കുറെ സാധനങ്ങളുണ്ട്, അതൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അതായത് ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ ഒരു ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാന്നുള്ളതിന് കുറെ എക്സ്പീരിയൻസ് വേണം. അപ്പൊ അത് ഇപ്പൊ നമുക്ക് ഫുള്ളി കിട്ടിയിട്ടൊന്നുമില്ല, എന്നാലും നമുക്കൊരു ഐഡിയ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഒരു മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇതാണ് ഉദ്ദേശിച്ചേക്കണം എന്നുള്ള ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാൻ കുറെ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പാട്ടിലല്ല, ഞാൻ പറയാം റിതം പ്രോഗ്രാമിങ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് പല മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെയും കൂടി. അത് നമ്മൾ ഫേമസ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അല്ലാതെ നമ്മൾ അറിയപ്പെടാതെ പോയിട്ടുള്ള കുറേ ലെജൻഡറി ആയിട്ടുള്ള കുറേ ഭയങ്കര കഴിവുള്ള കുറേ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെയും വർക്ക് ചെയ്തേക്കുന്നുണ്ട്. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ ഇപ്പോൾ പാടാൻ പോകുന്ന തിങ്കളാണോ അതെ കൈത്തൊടി താളം തൊട്ടിയാണോ? തിങ്കള് കൈത്തൊടി താളം ഈ പറഞ്ഞ ഒരു ബീറ്റിന്റെ ഒരു ഇതുണ്ടെങ്കിലേ പാടാൻ പറ്റും. കൈ തുടിത്ത അതിന്റെ ഒരു റെസ്റ്റ് ഉണ്ടെങ്കിലേ, ആ ഋതം ഉണ്ടെങ്കിലേ അതിന്റെ ഒരു ഗ്രിപ്പ് ഉണ്ടാവുള്ളൂ. കാറൊഴിഞ്ഞേ കോളൊഴിഞ്ഞേ കാറ്റൊഴിഞ്ഞേ കരയണഞ്ഞേ കിഴക്ക് ദിക്കിലെ തേന്മാവിൽ നമുക്കുമുള്ളൊരിലക്കൂട്ടിൽ ചെമ്പഴുക്ക പൊന്നിൻ പൂവിൻ തേനുണ്ടേ. നിനക്കുമുണ്ടൊരു പൂക്കാലം എനിക്കുമുണ്ടൊരു പൂക്കാലം, നമുക്ക് തമ്മിൽ ചേരാനില്ലൊരു പൂക്കാലം. ഇടനെഞ്ചിലെ നമ്പര ചിന്തിലെ തേൻ കുളിരണ പൂങ്കനവിൽ ഇനി നമുക്കൊരു മറുജന്മം കാത്തിരിക്കാം. കൈ തുടിതാളം തട്ടി തൈ തകമേളമിട്ട് മെയ് നിറപ്പൊന്നും കെട്ടി വാ പെൺകിളി. കൈ മരക്കൊമ്പിലൊരു തൈ മണിക്കൂടും കെട്ടി മെയ് മലർ ചെണ്ടും കൊണ്ടേ വാ ആൺകിളി. ഓ ഓ ഇത് ശരിക്കുള്ള ലൈവ് കേൾക്കാൻ പറ്റിയ ഒരു സന്തോഷമില്ലേ? അതൊരു രസമല്ലേ? അഫ്സൽക്ക മുമ്പ് വന്നിരുന്ന് ഒരു പാട്ട് പാടി തരിക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. പാടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓർക്കസ്ട്ര ഇല്ലാതെ വോക്കൽ മാത്രം നമ്മൾ കേട്ടു നോക്കും. അതിൽ ഏറ്റവും നമുക്കിപ്പോൾ ഓർക്കസ്ട്രയുടെ കൂടെ വരുമ്പോൾ നമുക്ക് അതിൽ എന്താണ് കുറവുള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റൂല. അപ്പൊ സോളോ എന്ന് പറയും, നമ്മൾ ആ വോക്കൽ സോളോ ഇട്ട് കേട്ട് കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിൽ കുറവ്, അപ്പൊ അതും കൂടി നമ്മൾ പെർഫെക്റ്റ് ആക്കിയിട്ടാണ് ഇപ്പൊ കുറെ കൂടി പാടുന്നത്. അങ്ങനെ ലൈവിലെങ്കിൽ അതെ. അപ്പൊ ലൈവില് അതേപോലെ നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ തന്നെ പാടാൻ ശ്രമിക്കും. അടിപൊളി. അഫ്സൽക്ക ശരിക്കും കൊച്ചിയുടെ ഗായകൻ എന്ന് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും അഫ്സലിക്ക്? തീർച്ചയായിട്ടും. വാപ്പ ശരിക്കും മ്യൂസിക്കുമായിട്ട് ബന്ധമുണ്ട്, അത്യാവശ്യം വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പഴയ കാലഘട്ടത്തിലെ കൊച്ചിയിലെ ഒരു പണ്ട് ഞാൻ പറയില്ലേ ഒരു 40 കാലഘട്ടങ്ങളിലാണ് ഇക്ബാൽ മ്യൂസിക് ക്ലബിലെ ഒരു മെമ്പറായിരുന്നു വാപ്പച്ചി.
വാപ്സിയുടെ മ്യൂസിക്കാണ് നമ്മൾ കേട്ട് വളർന്നത്. നമ്മൾ സഹോദരങ്ങൾ അൻസാർക്ക് ആണെങ്കിലും ഷക്കീർക്ക് ആണെങ്കിലും എല്ലാവരും ഞങ്ങൾ 9 മക്കളാണ്. കാലത്തെ വാപ്സി പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞാൽ ഹാർമോണിയായിട്ട് ഇരിക്കുന്ന അതൊക്കെയാണ് നമ്മൾ കണ്ടു വളർന്നേക്കുന്നത്. പുള്ളി കൂടുതലും ഹിന്ദുസ്ഥാനി പാട്ടുകളോടാണ് കൂടുതൽ ഇഷ്ടം. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ആ ഒരു കേട്ട് അത് മനസ്സിൻ്റെ ഉള്ളിലുണ്ട്, ഒരു ഹിന്ദുസ്ഥാനി സ്റ്റൈലിൽ പാടാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു പോകാതെ കരിയിലൊക്കെ ആയിട്ടൊക്കെ നമുക്ക് ആ ഒരു സ്റ്റൈലിൽ പാടാൻ പറ്റി എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അൻസാർക്ക് ആദ്യത്തെ നമ്മുടെ റിയാലിറ്റി ഷോയിൽ പോയിട്ടുള്ളതാണ് ഹംസധ്വനി 1997 ദൂരദർശൻ അവതരിപ്പിച്ച അൻസാർക്ക ഫസ്റ്റ്. നമ്മളൊന്നും അങ്ങനെ പ്രതീക്ഷിച്ചില്ല ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ പോകുന്നുണ്ട്, ഇത് ഒരു മത്സരം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അന്ന് ആദ്യമായിട്ടാണ് മത്സരം കേൾക്കണം. മറ്റേ നമ്മള് മറ്റുള്ള സ്റ്റേജിൽ നേരെയുള്ള മത്സരങ്ങളൊക്കെയാണല്ലോ നമ്മൾ കണ്ടത്. ഈ ചാനലിൽ ആദ്യമായിട്ട് അതും ദൂരദർശനിൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മള് എങ്ങനെ ഇരിക്കുന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. ദിവസം ഇതൊക്കെ കഴിഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് രാത്രി ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വാതിൽ ഞാനാണ് തുറന്നു കൊടുക്കണം ഫൈനലി. എന്നിട്ട് പറഞ്ഞു എനിക്ക് ഫസ്റ്റ് കിട്ടിയടാന്ന് പറഞ്ഞിട്ട് ഒരു കോൾഡ്. അടിപൊളി. ഞങ്ങളൊക്കെ കൂട്ടുകുടുംബമല്ല, അപ്പൊ എല്ലാരും ഒന്നിച്ചാണ് താമസിക്കണതൊക്കെ. അന്നത്തെ ഒരു നല്ല കാലഘട്ടമായിരുന്നു ശരിക്കും അതൊക്കെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ഗൾഫിലും ഒക്കെ ഒരുപാട്. അന്ന് അൻസാർക്ക് കുറെ ഷോസ് ചെയ്ത് ഇതിന്റെ ഒരു നമുക്കറിയാലോ, ഒരു ഈ പറഞ്ഞ ഒരു റിയാലിറ്റി ഷോയിൽ ഇപ്പൊ ഒരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ബേസ് ചെയ്തിട്ട് കുറെ ഷോസ്. അപ്പൊ അന്ന് അൻസാർക്കും ജ്യോതി മേനോനുമാണ് ഫസ്റ്റ് കിട്ടിയത്. അപ്പൊ രണ്ടുപേരും ചേർന്ന് കുറെ ഷോസ് ചെയ്തു. അപ്പൊ ഞാൻ അറേഞ്ചറായിട്ട് ഓർക്കസ്ട്ര അറേഞ്ച് ചെയ്യാനും കൂടെ പാടാനൊക്കെ ഞാനായിരുന്നു പോയിരുന്നത്. അങ്ങനെ കുറെ ഷോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അതുകൂടാതെ അതിനു മുമ്പ് CAC എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്, കൊച്ചിൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർക്കസ്ട്ര. അതിൽ ഞങ്ങൾ കുറേ വർഷം, ഒരു 3-4 വർഷം ഞങ്ങൾ പാടിയിരുന്നു. അതിനു മുമ്പ്, അതായത് ഈ ഹംസധ്വനിയിൽ അൻസാർക്കൊക്കെ കിട്ടുന്നതിന് മുമ്പ്. അതിനു മുമ്പാണെങ്കിലും ഷക്കീർക്ക ആണ് ഞങ്ങളെയൊക്കെ ബ്രദറാണ്. ഷക്കീർക്കാണ് പ്രൊഫഷണലായിട്ട് നമ്മുടെ കുടുംബത്തിൽ ഇതിലുണ്ടായിരുന്നു, മ്യൂസിക്കിലുണ്ടായിരുന്നു. കോങ്കോ ഡ്രമ്മർ ആയിരുന്നു. എല്ലാവർക്കും അറിയാം, ദാസാറിൻ്റെ കൂടെ ഒരു 10-12 വർഷം ഓർക്കസ്ട്രയിലുണ്ടായിരുന്നു. അപ്പോൾ ഷക്കീർക്കാണ് നമ്മളെയൊക്കെ പ്രോഗ്രാമിനൊക്കെ നമ്മളെയൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ അവർക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഷക്കീർക്ക ദാസാറിൻ്റെ കൂടെ വായിക്കുന്നവർ തന്നെ. ഷക്കീർക്ക അതേപോലെ ജെർസൻ ആന്റണി മ്യൂസിക് ഡയറക്ടർ, അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു അവർക്ക് ഓർക്കസ്ട്ര. അപ്പോൾ അവർ ചില സമയത്ത് പ്രോഗ്രാംസ് ഒക്കെ എടുക്കുമ്പോൾ ഞങ്ങളെ പാടും. അപ്പോൾ ഷക്കീർക്ക് പറയും നമ്മുടെ അനിയന്മാരുണ്ട്, അവരെ കൊണ്ട് നമുക്ക്. അപ്പൊ അങ്ങനെ ചാൻസുകൾ കുറെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് പിന്നെ എനിക്ക് ഈ പറഞ്ഞ ചിത്ര ചേച്ചിയുടെ പ്രോഗ്രാം ഇവർ ഓർക്കസ്ട്ര കൊടുക്കുന്ന സമയത്ത് ആ കാലഘട്ടത്തിലും എനിക്ക് 19 വയസ്സുള്ള സമയത്ത് ഞാൻ ചിത്ര ചേച്ചിയുടെ കൂടെ പാടി തുടങ്ങി എന്ന് പറയാം. അങ്ങനെ ഗാനമേള കാലഘട്ടം അതാണ് നമ്മുടെ തുടക്കം. അപ്പൊ അതില് ബ്രദറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ നമ്മളെ കൈപിടിച്ചു കൊണ്ടുവരാൻ ഷക്കീർക്ക് ഉണ്ടായിരുന്നു. അത് വലിയൊരു കാര്യമായിരുന്നു. അഫ്സലിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പ്രോഗ്രാം ചെയ്ത് അത് രവീന്ദ്ര മാഷിന്റെ അതിലെ 2-3 പാട്ടുകൾ ഞാൻ ചെയ്ത്. പിന്നെ രവീന്ദ്ര മാഷിന്റെ തന്നെ ഒരു ഡിവോഷണൽ വർക്കുകൾ ഉണ്ടായിരുന്നു, അതിലും ഞാനാണ് വർക്ക് ചെയ്തത്. പിന്നെ മാഷിന്റെ കൂടെ ഞാൻ കുറെ പ്രോഗ്രാംസിന് പോയിട്ടുണ്ട്. മാഷ് കുറെ ഷോസ് എടുക്കുമ്പോൾ അന്ന് ബിജു നാരായണനാണ് മാഷിന്റെ മെയിൻ സിംഗർ, മീൻസ് മലയാളം പാട്ടുകളൊക്കെ പാടുന്നത്. ഞാൻ തമിഴ് പാടാനും പിന്നെ പ്രകാശ് ബാബു എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള സുഹൃത്തിന് പുള്ളി ഹിന്ദി പാടാനും. അപ്പൊ ഞങ്ങളെ രണ്ടുപേരും മാഷിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ മാഷ് എപ്പോഴും ആ സമയത്ത് പറയും, നിങ്ങളെ രണ്ടുപേരും ഞാനൊരു സിനിമയിൽ പാടിക്കുന്നത്. പ്രകാശ് ബാബുവിന് അന്ന് ചക്രം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായാലും ആദ്യം ചെയ്തൊരു ഇതുണ്ടായിരുന്നു, അതിൽ പാടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഫിലിം ഇറങ്ങിയില്ലായിരുന്നു. എന്നെ ഇങ്ങനെ പഠിക്കാന്ന് പറഞ്ഞ അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് പിന്നെ മാഷ് കുറച്ച് വയ്യാതെയൊക്കെ ആയി. അങ്ങനെ ഒരു വർക്ക്, ഗ്രീറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഒരു വർക്കിന് വേണ്ടി അതിൽ എന്നെ പാട്ട് പഠിപ്പിച്ച്. ഞാൻ വീട്ടിൽ എറണാകുളത്തായിരുന്നു മാഷ് ആ സമയത്ത്. അന്ന് പോയി പാട്ടൊക്കെ പഠിച്ചപ്പോൾ മാഷ് പറഞ്ഞു, ഇത് നീ പാടണ്ടടാ, ഇത് വേറൊരു പാട്ട് നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല മാഷിൻ്റെ. പക്ഷെ മാഷിൻ്റെ കൂടെ കുറേ വർക്ക് ചെയ്ത് പ്രോഗ്രാംസിനും ഈ റെക്കോർഡിങ്സിനൊക്കെ കോറസ് പാടാനും അതേപോലെ ഈ റിതം പ്രോഗ്രാമിങ് മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ട്, അതാണ് ഇപ്പൊ മാഷിന്റെ കൂടെ ചെയ്തിട്ടുള്ള പാട്ട്. അതായത് മോഹൻചേട്ടന്റെ കുറെ ഈ പാട്ട് ദാദാ സാഹിബിലെ അല്ലിയാമ്പൽ പൂ അതിനൊക്കെ പ്രോഗ്രാം ചെയ്തതാണ്. പിന്നെ കുറെ ആൽബം സോങ്സ് ഒക്കെ ഇഷ്ടം പോലെ, അതായത് ഈ മറ്റേ ക്രിസ്ത്യൻ ഡിവോഷനിൽ ഇസ്രായേലിൻ നാഥ് മാർക്കോസേട്ടന്റെ ഹിറ്റായിട്ട് അതൊക്കെ ഞാനാണ് പ്രോഗ്രാം ചെയ്തത്. പീറ്റർ സേനാന്റെ പീറ്റർ സേനാനിലൊരു, പിന്നെ അതേപോലെ പാൽനില പുഞ്ചിരി എന്നുള്ള പാട്ടൊക്കെ ഉണ്ടല്ലോ മാർക്കോസേട്ടൻ മാപ്പിളപ്പാട്ട്, അതൊക്കെ അങ്ങനെ കുറെ പാട്ടുകളുടെ പിന്നണിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ദിവസ്തംഭം മഹാശ്ചര്യത്തിൽ ഉണ്ടായിരുന്നോ? ആ സമയത്തൊന്നുമില്ല, ആ സമയത്ത് വർക്ക് ചെയ്യില്ല. അന്ന് റിതം പ്രോഗ്രാമിങ് മെയിനായിട്ട് ആ കാലഘട്ടത്തിൽ വർക്ക് ചെയ്തിരുന്ന എന്റെ ബ്രദർ ഷക്കീർക്ക, പിന്നെ ബെന്നി എന്ന് പറഞ്ഞിട്ട് ബെന്നി കണ്ണൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു, അതിൽ ബെന്നി ചേട്ടനാണ് ചെയ്തിരുന്നത്.
പിന്നെ ട്രിവാൻഡ്രത്ത് ലാലപ്പൻ എന്ന് പറഞ്ഞിട്ട് ലാലപ്പണ്ണൻ എന്ന് പറയും. അങ്ങനെ കുറച്ചു പേരെ റിതം കമ്പോസർ ചെയ്യുന്നുള്ളൂ. പിന്നീട് കുറെ പേരുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോഴത്തേക്കും 2-3 പേരും കൂടി വേറെ കുറെ പേര് വന്നിരുന്നു. പക്ഷെ വർക്കുകൾ കുറെ ഉണ്ടായിരുന്നു ആ സമയത്ത് നിറയെ കാസറ്റ് വർക്കുകൾ, ഈ ആൽബംസ് ആണെങ്കിലും ഡിവോഷണൽ സോങ്സുകൾ, ഹിന്ദു ഡിവോഷണൽ സോങ്, ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്, മാപ്പിളപ്പാട്ടുകളുടെ വർക്ക്, അല്ലാതെയുള്ള വർക്കുകൾ നിറയെ. അതായത് ഒരു എല്ലാ ദിവസവും നമുക്കൊരു ജോലിക്ക് പോകണ വരെയാണ്. രാവിലെ 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങും, സ്റ്റുഡിയോയിൽ വരും, വൈകുന്നേരം. അതായത് ഞായറാഴ്ച പോലും ഒഴിവുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത്രയും റെക്കോർഡിങ്സ് ആയിരുന്നു. എറണാകുളത്തുള്ള എല്ലാ സ്റ്റുഡിയോസിലും ഞങ്ങൾ കുറച്ചുപേര് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അതിൽ ഇതേപോലുള്ള രവീന്ദ്ര മാസ്റ്റർ പോലെയുള്ള, മോഹൻചേട്ടനെ പോലുള്ള പ്രഗത്ഭരുണ്ട്. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞില്ലേ, കഴിവ് നമ്മളറിയപ്പെടാത്ത ഭയങ്കര മ്യൂസിഷ്യൻസ് വേറെ അവരുടെ കൂടെ ഈ നാടകങ്ങൾക്കൊക്കെ ചെയ്യുന്ന, അതായത് കലവൂർ ബാലമാഷി, ഫ്രാൻസിസ് വലപ്പാട്, കുമരകൻ രാജപ്പൻ ചേട്ടൻ, പിന്നെ വൈപ്പിൻ സുരേന്ദ്രൻ, അങ്ങനെയുള്ള. പിന്നെ അതേപോലെ കുറച്ചും കൂടി യങ് ആയിട്ടുള്ളതാണെങ്കിൽ സെബി നായരമ്പലം, പിന്നെ ആലപ്പി ഋഷികേഷ്, അങ്ങനെ കുറെ. ഇവരൊക്കെ അവരുടേതായിട്ടുള്ള വേറെ രീതിയിലുള്ള മ്യൂസിക്കുകളാണ് നമ്മുടെ മെയിനാണ്. പക്ഷെ ഡ്രാമയ്ക്ക് വേണ്ടി വേറെ തലത്തിലുള്ള അതിൻ്റെ പാട്ടുകളും പിന്നെ അതിൻ്റെ റീ റെക്കോർഡിങ്ങും അങ്ങനെയൊക്കെ ആലപ്പി രംഗനാഥ് സാറ്. പുള്ളിയുടെ പാട്ടുകൾ പണ്ടുപോലെ നമ്മൾ കേൾക്കണം. പക്ഷെ ഞാൻ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തേക്കുന്ന നാടകങ്ങളുടെ വർക്കിന് വേണ്ടിയാണ്. അങ്ങനെയുള്ള കുറെ പേരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ SPB അധ്യായത്തിലേക്ക് വരുന്നതിന് മുമ്പ് പെണ്ണേ എൻ പെണ്ണേ ആ പാട്ട് പാടി. പെണ്ണേ എൻ പെണ്ണേ നിൻ ചുണ്ടിൽ സ്നേഹത്തേനുണ്ടോ പെണ്ണേ, പെണ്ണേ പെണ്ണേ സ്നേഹപ്പൊന്നെ, ഓ കണ്ണേ എൻ കണ്ണേ നിൻ കണ്ണിൽ നീല നിലാവുണ്ടോ കണ്ണേ, കണ്ണേ കണ്ണേ സ്നേഹക്കനിയെ, ഓ കൈത്താളം തട്ടാതെ മെയ്ത്താളം കാണാതെ എന്താണ് പുത്തൻ പായാട്ടം, ഓ ആകാശം പൊൻകിണ്ണം ആശിക്കും തേൻകിണ്ണം നീതാനൻ നേർക്കായി നീട്ടാതെ, എനിക്കായി ചെമ്മാനത്തെ താരത്തേരില്ലേ, പിന്നെന്തിനാണ് മോഹപ്പൂത്തേര്, നിനക്കായി തങ്കത്തട്ടാൻ തട്ടാരത്തിയിലെ, പിന്നെന്തിനാണ് ഓലപ്പൂത്താലി, പെണ്ണേ എൻ പെണ്ണേ നിൻ ചുണ്ടിൽ സ്നേഹത്തേനുണ്ടോ പെണ്ണേ, പെണ്ണേ ഈ ആ സാധനങ്ങളൊക്കെ കറക്റ്റ് സ്ഥലത്ത് കിട്ടണമെങ്കിൽ ഒത്തിരി പ്രാക്ടീസ് വേണ്ടേ? അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരണത്. എനിക്കത് നോക്കിയിട്ടുള്ള അത് SPB സാറിന്റെ ഒരു സ്റ്റൈലാണ്. സാർ അങ്ങനെ പാടുമ്പോൾ ഓട്ടോമാറ്റിക് വരാറുണ്ട്. അത് ഞാൻ അങ്ങനെ പാട്ട് പഠിച്ചുകൊണ്ട് എനിക്ക് ചില പാട്ടുകൾ അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അപ്പൊ സാറ് പാടുമ്പോ സാറിന്റെ ഈ പാട്ട് റംബം ആരംഭം, പുള്ളി പാടുമ്പോ റംബം ആരംഭം അബംബം അബംബം പേരിമ്പം 7-8 ഇങ്ങനത്തെ സാധനം. അത് പുള്ളി പാടുമ്പോ അങ്ങനത്തെ പെപ്പി നമ്പർ പാടുമ്പോ പുള്ളിക്ക് അങ്ങനെ ഇതുണ്ട്. അത് ഞാൻ പഠിച്ചപ്പോ എനിക്ക് അത് അങ്ങനത്തെ അതേപോലുള്ള പാട്ടുകൾ വരുമ്പോ പെണ്ണേ അതങ്ങനെ വരും. പെണ്ണെ അങ്ങനെ അത് നമ്മുടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ചിലത് അങ്ങനെ ഇടാൻ പറ്റും. പക്ഷെ അഫ്സൽക്ക സംസാരിക്കുന്ന സമയത്ത് വളരെ മയമായിട്ട്, ഇപ്പൊ ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുള്ളപ്പോഴൊക്കെ അഫ്സൽക്ക സംസാരിക്കുമ്പോ സോഫ്റ്റ് ആയിട്ട് എന്തൊക്കെയുണ്ട് അത്രയൊക്കെ ഉള്ളൂ വർത്താനം. പക്ഷെ പാട്ട് പാടുമ്പോ എന്ന് വെച്ചാൽ അതിഭീകരനാണ്. എന്ന് വെച്ചാൽ ഇത് നമ്മൾ കണ്ട ഈ മനുഷ്യനല്ലല്ലോ ഇതെന്ന് പറയില്ലേ, അതെങ്ങനെയാ അഫ്സലിക്ക ഈ അന്യനമ്പിയാവുന്നത്? പല വർക്ക് മ്യൂസിക് ഡയറക്ടർ ഇപ്പൊ മോഹൻചേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോ അങ്ങനെ മോഹൻചേട്ടൻ പറയാറുണ്ട് എപ്പോഴും ഇങ്ങനെ പവർ ചെയ്ത് പാടണം. അത് കുറെയൊക്കെ അവരുടെ ഒരു ക്ലാസ് ആണ് എനിക്ക് കിട്ടിയേക്കണം. കാരണം അങ്ങനത്തെ പാട്ടുകൾ പാടിയേക്കണോണ്ട് ഇപ്പൊ എൻകരലിൽ താമസിച്ചാൽ അതായത് അതിനു മുമ്പ് ഈ മറ്റേ വെല്ലിയേട്ടനിലൊരു പാട്ട് പാടി കണ്ണിലമ്പും വില്ലും കൊണ്ടെന്റെ, ഈ പാട്ട് അതാണ് ഫസ്റ്റ് പാടുന്നത്. അപ്പൊ ഞാൻ അത് പേടിച്ചാണ് അന്ന് പാടുന്നത്. അപ്പൊ മോഹൻചേട്ടൻ പറഞ്ഞു അതായത് നല്ല പവറായിട്ട് പാട്, കണ്ണിലമ്പും വില്ലും കൊണ്ടെന്റെ ഈ കൽബി. നമ്മള് ആ ലിറിക്ക് കേൾക്കുമ്പോ കണ്ണിലമ്പും വില്ലും കൊണ്ടെന്റെ ഈ കൽബി, അവ പറയല്ലേ നല്ല പവർ ചെയ്ത് പാടണത്. പക്ഷെ എന്നാലും ഇമോഷനും ഉണ്ടാവണം, നല്ല ആ ഒരു ഫീലും വേണം പറയും. അപ്പൊ അങ്ങനെ അവരുടെ ഒരു ക്ലാസ് ആണ് അതൊക്കെ ശരിക്കും പറഞ്ഞു. പിന്നെ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടി, ഇന്ന പാട്ട് ഇത്ര ഫോഴ്സിൽ പാടിയാലായിരിക്കും അത് ആൾക്കാരിലേക്ക് എത്തുന്നത് എന്നുള്ളൊരു നമുക്കും ഒരു അറിവായിട്ട് അത് മാറി, എക്സ്പീരിയൻസ് ആയിട്ട് മാറി. പിന്നെ അങ്ങനെയൊക്കെ നമ്മളും ഇപ്പൊ ഒരു മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു തരുമ്പോ നമുക്ക് ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക്
ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതങ്ങനെ പാടും. പെണ്ണെ പാടുന്ന സമയത്ത് ഈ പാട്ടിന്റെ ഒരു സിറ്റുവേഷൻ റോഷൻ ആൻഡ്രോസ് പറഞ്ഞു, അഫ്സൽ ഇതിങ്ങനെ ഒരു ഷൂട്ടിങ്ങിന്റെ ഒരു പെപ്പി നമ്പർ ഷൂട്ട് ചെയ്യണതിന്റെ ഒരു ഇതാണെന്ന് പറഞ്ഞു. അപ്പൊ ദീപക്കും ഉണ്ട്. ഞാൻ റോഷനായിട്ട് കൂടുതൽ അടുപ്പാണ്. ഞങ്ങൾ രണ്ടുപേരും കോളേജ് മേറ്റ്സ് ആണ്. അപ്പൊ റോഷൻ അതിനു മുമ്പ് അസിസ്റ്റന്റ് ആയിട്ടും മിമിക്രി ഒക്കെ നടക്കുന്ന മിമിക്രി ആർട്ടിസ്റ്റ് ഒക്കെ ആയിരുന്നു. ആ കാലം തൊട്ടേ അറിയാം. അപ്പൊ ഫസ്റ്റ് ഫിലിം ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മുടെ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഫസ്റ്റ് ഫിലിം ചെയ്യുന്ന പറഞ്ഞപ്പോൾ തന്നെ അഫ്സലിനെ നമ്മുടെ ഒരു ബന്ധം വെച്ചിട്ട് ഷക്കീർക്കായിട്ട് നല്ല ബന്ധമായിരുന്നു, ചേട്ടനായിട്ടും. അങ്ങനെയാണ് പെണ്ണെ പാടുന്നത്. അപ്പൊ പുള്ളി പറഞ്ഞു ഇങ്ങനെ ഒരു ഫ്രീക്ക് ഔട്ട് പാട്ടാണ്, അത് എന്ത് മാക്സിമം പവർ ചെയ്ത് പാടിക്കുക. അപ്പൊ ദീപക്കും പറഞ്ഞു. പിന്നെ ദീപക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മലയാള ഇൻഡസ്ട്രിയിൽ ഒരു സൗണ്ടിങ്ങിന് ഒരു വേറൊരു തലം കൊണ്ടുവന്ന ഒരാളാണ്. അപ്പൊ നമുക്ക് പാടി കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്തൊരു അതിന്റെ റിസൾട്ട് വന്നപ്പോൾ ഭയങ്കര ഇതായിരുന്നു. ആ ഒരു സൗണ്ടിങ് ഒക്കെ വേറൊരു കേട്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം. ഈ പുതിയ കാലഘട്ടത്തിൽ കുറെ പേര് അനുകരിക്കുന്നത് ദീപക് ദേവ് ശേഷം എന്നുള്ളതാണ്.